സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോകൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലതൊക്കെ അത്തരത്തിൽ കൗതുകം നിറഞ്ഞ ഒരു വീഡിയോ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ബാംഗ്ലൂരു വ്യവസായി അദ്ദേഹം വാങ്ങിയ പ്രൈവറ്റ് ജെറ്റിന്റെ പൂജ നടത്താൻ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നത് അംബാനിയുടെ പൂജാരിയെ. അംബാനിയുടെ പൂജാരിയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചാൽ നാളെ ഒരു പക്ഷേ അംബാനിക്കൊപ്പം ആകാൻ കഴിഞ്ഞാലോ? എന്താണ് ചിന്ത എന്നറിയില്ല. എന്തൊക്കെയായാലും നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു സംസ്കാരം അനുസരിച്ച്, ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ഒരു പുതിയ സ്ഥാപനം അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും വാങ്ങിയാൽ, തുടങ്ങിയാൽ ഒരു പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഒരു പൂജയോടെ ആരംഭിക്കണം എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതിപ്പോൾ അതൊരു പുതിയ വീടാകട്ടെ, വാഹനമാകട്ടെ, അങ്ങനെ തന്നെയാണ് പലരും. വാഹനം വാങ്ങിയാൽ പൂജയ്ക്കായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാറുണ്ട്. കോടികൾ വിലയുള്ള ഒരു പ്രൈവറ്റ് ജെറ്റ് പൂജാരിയെ കൊണ്ടുവന്ന് പൂജിച്ചാൽ എങ്ങനെയിരിക്കും? അതും ശതകോടീശ്വരനായ ആനന്ദ് അംബാനിയുടെ കല്യാണം നടത്തിയ പണ്ഡിറ്റായ ചന്ദ്രശേഖർ ശർമ്മ. പണ്ഡിറ്റ് തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കം പണ്ഡിറ്റ് റൺവേയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. പൂജയുടെ വീഡിയോയിൽ ഗൾഫ്സ്ട്രീം G280 ജെറ്റിൻ്റെ ഇൻറ്റീരിയർ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ജെറ്റ് വിമാനത്തിൻ്റെ ഉടമയായ വ്യവസായി ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. ഗൾഫ്സ്ട്രീം G280 പ്രൈവറ്റ് ജെറ്റിൽ ആകെ 10 സീറ്റുകളാണുള്ളത്. ഇതിൻ്റെ ഹണിവെൽ HTF7250G ടർബോ ഫാൻ എഞ്ചിനുകൾക്ക് പരമാവധി 33 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് നൽകാൻ സാധിക്കും. മണിക്കൂറിൽ പരമാവധി 900 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഈ സ്വകാര്യ വിമാനത്തിന് ഫുൾ ടാങ്ക് ഇന്ധനം ഉപയോഗിച്ച് പരമാവധി 6667 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാകും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബാംഗ്ലൂരുവിൽ മാത്രമല്ല, കേരളത്തിലും സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് സ്വന്തമായിട്ടുള്ള പ്രമുഖ വ്യവസായികളെ നമുക്കറിയാം. ലുലു ഗ്രൂപ്പിന്റെ ഉടമ യൂസഫ് അലിയും അതുപോലെ രവിപിള്ളയും. അത്യാഡംബര സൗകര്യങ്ങളുള്ള ഗൾഫ്സ്ട്രീം G600 എന്ന മോഡലാണ് MA യൂസഫ് അലിയുടെ പുതിയ വിമാനം. അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ്സ്ട്രീം എയ്റോസ്പേസ് ആണ് ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ. യൂസഫ് അലിയുടെ പഴയ വിമാനവും ഗൾഫ്സ്ട്രീം എയ്റോസ്പേസിന്റെ തന്നെയായിരുന്നു. 2023 ഡിസംബറിലാണ് T7YMA എന്ന രജിസ്ട്രേഷനിലുള്ള പുതിയ വിമാനം ഗൾഫ്സ്ട്രീം കമ്പനി നിർമ്മിച്ച് പുറത്തിറക്കിയത്. 19 യാത്രക്കാരെ വരെ പരമാവധി ഉൾക്കൊള്ളാനാവുന്ന ഈ പ്രൈവറ്റ് ജെറ്റിന് 6600 നോട്ടിക്കൽ മൈൽ വരെ സുഖസുന്ദരമായി പറക്കാൻ സാധിക്കും. മുൻ മോഡലിൽ ഉണ്ടായിരുന്ന റോൾസ് റോയ്സ് എഞ്ചിന് പകരം പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മണിക്കൂറിൽ 925 കിലോമീറ്റർ വരെയാണ് ജെറ്റിന്റെ മാക്സിമം സ്പീഡ്. ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റാണിത് എന്നാണ് ഗൾഫ്സ്ട്രീം കമ്പനി അവകാശപ്പെടുന്നത്. 10 വർഷം മുൻപ് 2014 വിമാനം ആദ്യമായി നിർമ്മാതാക്കൾ പ്രദർശിപ്പിച്ചത്. ആദ്യ ഉടമയ്ക്ക് 2019 ഫ്ലൈറ്റ് ലഭിച്ചത്. അതുവരെ ഈ വിമാനത്തിന്റെ 100-ലധികം യൂണിറ്റുകൾ ഗൾഫ്സ്ട്രീം വിറ്റിട്ടുണ്ട്. അതുകൂടാതെ ജോർജിയയിലെ സാവനയിൽ നിന്ന് ജനീവയിലേക്ക് വെറും 7 മണിക്കൂർ കൊണ്ട് പറന്നെത്തി റെക്കോർഡിട്ടിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് ദുബായിലേക്കും ലണ്ടനിൽ നിന്ന് ബീജിംഗ് വരെയും ലോസ് ആഞ്ചലസിൽ നിന്ന് ഷാങ്ഹായ് വരെയും നിർത്താതെ പറക്കാനാകും ഈ അത്യാഡംബര വിമാനത്തിന്. കനേഡിയൻ കമ്പനിയായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ 815GA എന്ന എഞ്ചിനാണ് ഇതിൻ്റെ ഹൃദയം. 2 എഞ്ചിനുകളും 15680 പൗണ്ട് ത്രസ്റ്റ് വീതം നൽകും. എന്തായാലും പറഞ്ഞു വന്നത് അംബാനിയുടെ പൂജാരിയെ കൊണ്ട് താൻ വാങ്ങിയ ജെറ്റിന് പൂജ ചെയ്യിപ്പിച്ച ഒരു വ്യവസായിയെക്കുറിച്ചാണ്. അംബാനി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്പത്തിൻ്റെ അങ്ങേ അറ്റം അല്ലെങ്കിൽ അതുപോലെ സമ്പന്നരായ വ്യവസായികളാണ് അംബാനിയും അംബാനിയുടെ കുടുംബം. അവരുടെ കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും കേൾക്കാൻ എല്ലാവരും വളരെ കൗതുകത്തോടെ കാത്തിരിക്കാറുണ്ട്. അംബാനിയുടെ വീടിൻ്റെ വിശേഷം, അതുപോലെ അംബാനിയുടെ കുടുംബത്തിലെ കല്യാണ വിശേഷം. അതുകൊണ്ട് തന്നെ ഒരു വിമാനം വാങ്ങിക്കുമ്പോൾ, ഒരു ജെറ്റ് വാങ്ങിക്കുമ്പോൾ അംബാനിയുടെ പൂജാരിയെ കയ്യിൽ കിട്ടുമെങ്കിൽ ആ പൂജാരിയെ കൊണ്ടൊന്ന് പൂജിപ്പിച്ചാൽ, ഒരുപക്ഷെ ദൈവാനുഗ്രഹം കൊണ്ടാണ് അംബാനി ഇത്രയൊക്കെ ഉയരത്തിലെത്തിയത് എങ്കിൽ ആ പൂജയുടെ അംശം അല്ലെങ്കിൽ ആ പൂജാരി പ്രാർത്ഥിക്കുന്നതിലൂടെ തനിക്കും അങ്ങനെയൊക്കെ ഉയരാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഈ ജെറ്റ് വാങ്ങിയ വ്യവസായി ഇത് ചെയ്തത്. എന്തൊക്കെയായാലും വളരെ രസകരമായ ഒരു വീഡിയോ, കൗതുകം നിറഞ്ഞ ഒരു വീഡിയോ. അംബാനിയുടെ പൂജാരി പൂജ ചെയ്താലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമാസ്.